നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 27. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 27. ഭാഗവത മാഹാത്മ്യം, അതിൽ 3-ാമത്തെ അധ്യായമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ന് നമ്മൾക്ക് 15-ാമത്തെ ശ്ലോകം മുതൽക്ക് പറയണം. അപ്പോൾ ഇവിടെ 15, 16, 17 3 ശ്ലോകങ്ങൾ ഒന്നായിട്ടാണ് അതിൻ്റെ ഭാവാർത്ഥം പറയാൻ പറ്റുന്നത്. അപ്പോൾ പറയണു, വേദാന്താനിജ വേദാശ്ച മന്ത്രസ്തന്ത്രാസമൂർത്തയാം ദശസപ്തപുരാണാനി ഷട്ശാസ്ത്രാണി തഥാ ആയയു. ഗംഗാദ്യാസരിതസ്തത്ര പുഷ്കരാദിസരാംസിജാം ക്ഷേത്രാണി ച ദിശഃ സർവാ ദണ്ഡകാദിവനാനി ചാം. നഗാദയോ യയുസ്തത്ര ദേവഗന്ധർവകിന്നരാഃ ഗുരുത്വാ തത്ര നായാതാൻ ഭൃഗു സംബോധ്യ ജാനയത്. വേദാന്താനി ച വേദാശ്ച മന്ത്രസ്തന്ത്രാസമൂർത്തയാം ദശ സപ്തപുരാണാനി ഷട്ശാസ്ത്രാണി തഥാ ആയയു. ഗംഗാദ്യാസരിതസ്തത്ര പുഷ്കരാദിസരാംസിജാം ക്ഷേത്രാണി ച ദിശഃ സർവാ ദണ്ഡകാദിവനാനി ചാം. നഗാദയോ യയുസ്തത്ര ദേവഗന്ധർവകിന്നരാം ഗുരുത്വാ തത്ര നായാതാൻ ഭൃഗു സംബോധ്യ ച അനയത്. ഇവിടെ ശ്രീമദ് ഭാഗവതത്തിന് മറ്റുള്ള ഗ്രന്ഥങ്ങളെക്കാൾ ശ്രേഷ്ഠത ഉണ്ടോ? അതെന്താണ്? അതാണ് കാണിക്കുന്നത്. വേദാന്തങ്ങളെന്ന് പ്രസിദ്ധങ്ങളായ 10 ഉപനിഷത്തുകൾ വളരെയധികം ഉണ്ട്. അതിൽ ദശോപനിഷത്തുകൾ എന്നുള്ളതാണ് പ്രാധാന്യം അർഹിക്കുന്നതെന്ന് പണ്ഡിതന്മാർ പറയുന്നു. അപ്പോൾ പ്രസിദ്ധങ്ങളായ 10 ഉപനിഷത്തുകൾ, ഋഗ്, യജുസ്, സാമം, അഥർവം എന്ന 4 വേദങ്ങൾ, സഞ്ജീവനാദികളായ മന്ത്രങ്ങൾ, ശ്രദ്ധിക്കണം, മന്ത്രങ്ങൾ, നാരദ പഞ്ചരാത്രാദികളായ തന്ത്രങ്ങൾ, ഇവരെല്ലാം അവിടെ വന്നു എന്ന് പറഞ്ഞാൽ ഗ്രന്ഥങ്ങൾക്കും നദികൾക്കും പർവ്വതങ്ങൾക്കും എന്നു വേണ്ട എല്ലാ അചരങ്ങളാണെങ്കിലും സ്ഥിരങ്ങളാണെങ്കിലും എല്ലാറ്റിനും സൂക്ഷ്മവും സ്ഥൂലവുമായ രൂപമുണ്ട്. അപ്പോൾ സ്ഥൂലമായതിന് സൂക്ഷ്മമായ രൂപം എടുക്കാൻ പറ്റും. ഒരു ഉദാഹരണം, ഇപ്പോൾ നദികൾക്ക് സ്ത്രീരൂപം എടുക്കാൻ പറ്റും. എന്താ അങ്ങനെ പറയാൻ കാരണം? എന്നാൽ അതിൽ ബ്രഹ്മപുത്ര മാത്രമേ ആണായിട്ട് പറയുന്നുള്ളൂ. ബാക്കി നദികളുടെ ഒക്കെ ഭർത്താവ് സമുദ്രമാണ്. അതാണ് നദികൾ എവിടെ നിന്നൊക്കെ പുറപ്പെട്ടിട്ടുണ്ടെങ്കിലും സമുദ്രത്തിലെത്താനുള്ള വെമ്പലാണ്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തള്ളി മാറ്റിയിട്ട് നദികൾ അവിടെ എത്തും. അപ്പോൾ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ എന്നർത്ഥം. അപ്പോൾ ഈ നദികളിലൊക്കെ ജലം കിട്ടുന്നത് എങ്ങനെയാണ്? സമുദ്രത്തിലുള്ള ജലം നീരാവിയായി വർഷിച്ച്, അല്ലേ, കാർമേഘായി അത് കാറ്റത്ത് തണുത്ത് ഉറഞ്ഞ് കൂട്ടിമുട്ടി അത് വർഷിക്കുമ്പോൾ വെള്ളമായിട്ടാണ് ഭൂമിയിൽ ഇറങ്ങിയിട്ടാണ് സ്ട്രീംസ് ഉണ്ടാവുന്നത്, ഉറവുണ്ടാവുന്നത്. അപ്പോൾ അതേമാതിരി മന്ത്രങ്ങൾക്ക്, ഗ്രന്ഥങ്ങൾക്കൊക്കെ മനുഷ്യാകൃതി എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത്
4 വേദങ്ങളെ, സഞ്ജീവനാദികളായ മന്ത്രങ്ങളെ, നാരദ പഞ്ചരാത്രാദികളായ തന്ത്രങ്ങളെ, ഇവരെല്ലാം അവിടെ വന്നു എന്ന് പറഞ്ഞാൽ അവരൊക്കെ മനുഷ്യരൂപത്തിൽ വന്നു. ഗ്രന്ഥരൂപങ്ങളായ ഇവയെങ്ങനെ അവിടെ വരുമെന്ന് സംശയിക്കണ്ട. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞത് പട്ടാമ്പി വെടിപൊട്ടിച്ചു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തെറ്റുപറ്റി. അപ്പോൾ ഇവിടെ എന്താ പറയാൻ കാരണം, എങ്ങനെയാണ് ഇവരൊക്കെ അവിടെ വന്നത് എന്ന് സംശയിക്കേണ്ട. ഇവയ്ക്കെല്ലാം അധിഷ്ഠാന ദേവതകളുണ്ട്. മന്ത്രങ്ങൾക്കും ഗ്രന്ഥങ്ങൾക്കൊക്കെ അധിഷ്ഠാന ദേവതകളുണ്ട്. ആ ദേവതകൾക്ക് ഏത് രൂപത്തെ പ്രാപിക്കാനും സാധിക്കും. ആ ദേവതകളുടെ സ്വരൂപത്തോടുകൂടെ അവിടെ വന്നു. ഇതേ വിധത്തിൽ തന്നെ 17 പുരാണങ്ങൾ, ഭാഗവതം കൂടാണ്ട് 17 പുരാണങ്ങളുണ്ട്, അവരും രൂപം എടുത്ത് അവിടെ വന്നു. പിന്നെ ഗൗതമൻ, കണാദൻ, കപിലൻ, പാതഞ്ജലി, വ്യാസൻ, ജൈമിനി എന്നീ മുനിമാർ നിശ്ചയിക്കപ്പെട്ട 6 ശാസ്ത്രങ്ങൾ, ഈ ഋഷീശ്വരന്മാരും പിന്നെ നിശ്ചയിക്കപ്പെട്ട 6 ശാസ്ത്രങ്ങളുണ്ട്. അവരും പിന്നെയോ ഗംഗ മുതലായ മഹാനദികൾ, ഗംഗ ഇവിടെ തന്നെയുള്ളത് കൊണ്ട് യമുന, ഗോദാവരി മുതലായവരെ എന്ന് ധരിക്കണം, നമ്മൾ മനസ്സിലാക്കണം. പുഷ്കരാദികളായ തടാകങ്ങളും രൂപം എടുത്തിട്ട് അവിടെ വന്നു. കുരുക്ഷേത്രാദികളായ മഹാക്ഷേത്രങ്ങൾ, ക്ഷേത്രങ്ങൾക്കും അധിഷ്ഠാന ദേവതകളുണ്ട്, അവരും രൂപം മാറിയിട്ട് അവിടെ എത്തി. 10 ദിക്കുകൾ, അതേതൊക്കെയാണ്? തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, അതിൻ്റെ മൂലകൾ, താഴെ, മേലെ, ഇങ്ങനെ 10 ദിക്കുകൾ. ആ ദിക്കുകളും സ്വരൂപം പ്രാപിച്ച് അവിടെ എത്തി. ദണ്ഡകാദികളായ മഹാവനങ്ങൾ, ദണ്ഡകവനം, അതാത് വനങ്ങൾക്ക്, കാടുകൾക്ക് പേരുണ്ട്. അവരൊക്കെ നമ്മൾ എത്ര നശിപ്പിച്ചാലും അവർ സ്വരൂപത്തെ സ്വീകരിച്ച് ഈ ഭാഗവത സപ്താഹം നടക്കാൻ പോകുന്ന സ്ഥലത്ത് എത്തി. ഗൃഹാദി വിഷയാസക്തി നിമിത്തം അതുകൂടാണ്ട് മേരു മുതലായ മഹാപർവ്വതങ്ങൾ, മേരുപർവ്വതങ്ങളെ ഇപ്പോൾ ദേവീ ഭാഗവതമൊക്കെ പഠിച്ചവർക്കറിയാം. ഹിമാലയൻ രൂപം എടുത്തിട്ടാണ് പാർവതി ദേവിയുടെ, തൻ്റെ മകളായിരിക്കുന്ന പാർവതി ദേവിയുടെ വിവാഹം പരമശിവനായിട്ട് പിന്നെ കഴിച്ചു കൊടുത്തത് എന്നൊക്കെ വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട് ദേവീ ഭാഗവതത്തിൽ. അപ്പോൾ പർവ്വതങ്ങൾ രൂപം മാറിയിട്ട് അവിടെ വന്നു. അത് കഴിഞ്ഞിട്ട് ദേവഗന്ധർവ കിന്നരന്മാർ, ദേവന്മാർ വേറെ, ഗന്ധർവന്മാർ വേറെ, കിന്നരന്മാർ, സാധ്യന്മാർ, ഇങ്ങനെ പല ആൾക്കാരുണ്ട് അതിൽ. അവരൊക്കെ അവിടെ എത്തി. ഗൃഹാദി വിഷയാസക്തി നിമിത്തം വരാതിരിക്കുന്ന പാമരന്മാരായ ഭൃഗുമഹർഷി ഉപദേശിച്ചവിടെ എത്തി. പാമരന്മാരെ ഭൃഗുമഹർഷി ഉപദേശിച്ച് വരുത്തി. ചിലവർ ഞങ്ങൾ വരുന്നില്ല എന്ന് പറയും സപ്താഹത്തിന്. അപ്പോൾ സപ്താഹത്തിൽ അഭിരുചി ഉണ്ടായി നന്നായിട്ടുള്ള ആൾക്കാർ പറയും അങ്ങനെയല്ല, താൻ വരൂ, തൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരും എന്ന് പറഞ്ഞു കൊണ്ടുവരും. അപ്പോൾ ഇവിടെ ഭൃഗു മഹർഷി ഈ നാസ്തികന്മാരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരേനും അവിടെ എത്തിച്ചു. അതാണ് ഗൃഹാദി വിഷയാസക്തി നിമിത്തം മായയിൽ കുടുങ്ങിയവരെ എന്നർത്ഥം പറയാം. ലോകഗുരുവായതുകൊണ്ട് ഭൃഗു മഹർഷി ഈ ശുഭാവസരത്തെ വ്യർത്ഥമാക്കണ്ട എന്ന് കരുതി. ഈ ഭൃഗു മഹർഷിക്കൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. എന്താ? ലോകഗുരു ആയതുകൊണ്ട്. കാരണം ഈ ഭൃഗു മഹർഷിയാണല്ലോ ഈ ത്രിമൂർത്തികളിൽ ആരാണ് കൂടുതൽ സമാധാനപ്രിയൻ എന്നറിയാൻ വേണ്ടിയിട്ട് ശിവൻ്റെ അടുത്ത് പോയി. ശിവനെ കെട്ടിപ്പിടിക്കാൻ പോയി എന്നാ കഥ. സമ്മതിച്ചില്ല. അപ്പോൾ ദേഷ്യം വന്ന് അവിടുന്ന് പോന്നു. ബ്രഹ്മാവിൻ്റെ മകനാണ്, എന്നാലും അച്ഛനാണെന്നുള്ള ബഹുമാനമില്ലാണ്ട് കയറിയിരുന്നപ്പോൾ ഇറങ്ങി പോടോന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത് വൈകുണ്ഠനാഥനായിരിക്കുന്ന മഹാവിഷ്ണുവിന് മനസ്സിലായി. അദ്ദേഹം ഉറക്കം നടിച്ച് കിടന്നു എന്നാ. അതുവരെ ഉറങ്ങാത്ത ആൾ ഉറക്കം നടിച്ച് കിടന്നു. ഇദ്ദേഹം എന്ത് ചെയ്തു? വെച്ച് ഒരു ചവിട്ട് കീറി കൊടുത്തു നെഞ്ഞത്തേക്ക്. ഉടനെ ഭഗവാൻ ചാടി എണീറ്റ് അദ്ദേഹത്തിൻ്റെ പാദം ഹൃദയത്തോട് മാറോട് ചേർത്ത് തലോടി പറയാണ്, ഞാൻ എല്ലാവരും വിചാരിക്കുന്ന കൂട്ടത്തിൽ സരള ഹൃദയനല്ല.
എൻ്റെ ഹൃദയം കല്ലുപോലെയാണ്. അങ്ങയുടെ കാല് എൻ്റെ കല്ലാകുന്ന ഹൃദയത്തിൽ തട്ടി വേദനിച്ചുവോ. എന്താ ഇതെന്നൊക്കെ മനസ്സിലാവേണ്ടത്? ഭഗവാൻ സാക്ഷിയാണെന്നും നമ്മൾ സോപാനത്ത് നിന്നിട്ട് എത്ര കരഞ്ഞാലും ഭഗവാൻ അതൊന്നും കേൾക്കാൻ പോണില്ല. പക്ഷേ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുണ്ടോ ഭഗവാൻ നമ്മൾക്ക്, ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്വതന്ത്രനല്ല പരതന്ത്രനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളില്ലാണ്ട് ഭക്തി മുഴുവനാവില്ല, ഫുൾനെസ് കിട്ടില്ല എന്നർത്ഥം. അപ്പോൾ ആ ഭൃഗുമഹർഷി ഉപദേശിച്ച് അവിടെ വരുത്തി. ലോകഗുരുവായതുകൊണ്ട് ഭൃഗുമഹർഷി ഈ ശുഭാവസരത്തെ വ്യർത്ഥമാക്കണ്ട, ഭാഗവത ശ്രവണം ചെയ്ത് ജന്മസാഫല്യം വരുത്തുവിൻ എന്ന് ഉപദേശിച്ച് ബോധ്യപ്പെടുത്തിയതിനാൽ അവരും ആ സ്ഥാനത്തിൽ വന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കാം. അത്രയേ ഉള്ളൂ, 3 ശ്ലോകം. ഇനി 18ാമത്തെ ശ്ലോകം. ദീക്ഷിതാ നാരദേ നാഥ ദത്തമാസനമുത്തമം കുമാരാ വന്ദിതാ സർവൈ നിഷേധു കൃഷ്ണതൽപരാം. ഒരു ശ്ലോകം തന്നെയാണത്. ദീക്ഷിത നാരദേ നാഥ ദത്തമാസനമുത്തമം കുമാരാ വന്ദിതാ സർവൈ നിഷേധു കൃഷ്ണതൽപരാ. എന്തതിനർത്ഥം? അവിടെ വന്നിരിക്കുന്ന സർവരും നാരദമുനിയും ദീക്ഷിതന്മാരായ സനകാദികളെ വന്ദിച്ചു. എന്താ ദീക്ഷിതന്മാരെന്ന് പറഞ്ഞാൽ? അവിടെയാണ് ഇപ്പോൾ സപ്താഹം നടക്കാൻ പോണത്. അതുകൊണ്ട് അവർ ദീക്ഷ, അതായത് നമ്മളിപ്പോൾ ഈ ആചാര്യവരണം, അപ്പോൾ ഇവിടെ ആരാ ആചാര്യവരണം നടത്തിയത്? നാരദൻ. അപ്പോൾ ഈ ദീക്ഷിതന്മാരായ സനകാദികളെ വന്ദിച്ചു. ശ്രീകൃഷ്ണ ഭക്തന്മാരായ സർവരും നാരദമുനിയാൽ നൽകപ്പെട്ട ആസനങ്ങളിൽ ഇരുന്നു. ആസനങ്ങളിൽ എന്ന് പറഞ്ഞാൽ പീഠങ്ങളിലിരുന്നു. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നാം ഒരു സ്ഥലത്തൊരു സപ്താഹം നടത്തുകയാണെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഒരു ശരാശരി ആചാര്യൻ ചോദിക്കരുത് കമ്മിറ്റിക്കാരോട്, കേൾക്കാൻ ശ്രോതാക്കൾ ഉണ്ടാവുമോ? അത് ചോദിക്കരുത്. അത് ചോദിച്ചുകൊണ്ടെങ്കിൽ അതിനർത്ഥം അവരെ ഭാഗവതം ശരിക്കും മനസ്സിലാക്കിയില്ല എന്ന് പറയണം. ഒരാൾക്കാണെങ്കിലും നമ്മൾ എന്തു ചെയ്യണം? നമ്മുടെ സർവ്വ കഴിവും ഉപയോഗിച്ച് ഭാഗവതം പറയണം, വായിക്കണം, പറയണം. അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഉപദേശം. അതുകൊണ്ടാണ് ഞാൻ അമേച്ചറായിട്ട് നിന്നാൽ മതി എന്ന് എൻ്റെ ഗുരുനാഥനും പറഞ്ഞത്. നീ പ്രൊഫഷണലായിട്ട് പോകണ്ട, അമേച്ചറായിട്ടിരുന്നാൽ മതി. ശരി, ഞാനത് ഉൾക്കൊള്ളുകയും ചെയ്തു. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഈ കഥ ഞാൻ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് എത്ര ആൾ കേൾക്കുന്നുള്ളത് എന്നോട് ചോദിച്ചിട്ടുള്ള എൻ്റെ നാട്ടുകാരോട് ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഇപ്പോഴും ഞാൻ ചോദിക്കണില്ല. എനിക്കറിയാം എത്ര ആൾ കേൾക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം. കാരണം എൻ്റെ വ്യൂവർഷിപ്പ് എത്ര കൂടിയെന്ന് എനിക്കറിയാം. വളരെ കമ്മിയാണ്. അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഞാനൊരു നിമിത്തമായിട്ട് ഈശ്വരൻ എന്നെ നിയോഗിച്ചിട്ടുണ്ട്. അത് ഞാൻ നിറവേറ്റും, അത്രയേ ഉള്ളൂ. അതിൻ്റെ ഗുണം എനിക്ക് ശാന്തിയും സമാധാനവും ഭഗവാൻ തരുന്നുണ്ട്. പിന്നെന്താ, അത് കാശ് കൊടുത്താൽ വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ ശ്രീകൃഷ്ണ ഭക്തന്മാരായ സർവരും നാരദമുനിയാൽ നൽകപ്പെട്ട ആസനങ്ങളിൽ ഇരുന്നു. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഭദ്രദീപം കൊളുത്തിയാൽ പ്രധാന കഥകൾ പറയാൻ വേണ്ടി ആചാര്യൻ കമ്മിറ്റിക്കാരുടെ എന്താണെന്നാ പറയുക, അകമ്പടിയോടുകൂടി വഴിമാറൂ അങ്ങനെയൊന്നുമല്ല. ആചാര്യൻ ദീപപ്രജ്വലനം നടത്തിയാൽ ദീപം ഉദ്വാസനം ചെയ്യുന്നത് വരെ ആ ഫെറിഫറി വിട്ടു പോകാൻ പാടില്ല, ആ സ്റ്റേജ് വിട്ടു പോകാൻ പാടില്ല, അവിടെ തന്നെ വേണം. ഇപ്പോൾ പിന്നെ അങ്ങനെയല്ലല്ലോ അല്ലേ, കാലം മാറിയില്ല, കോലം മാറി. അത്രയ്ക്ക് തന്നെ നമുക്ക് നഷ്ടകഷ്ടങ്ങളുണ്ടേനും. ഇനി 19ാമത്തെ ശ്ലോകം. വൈഷ്ണവാശ്ച വിരക്താശ്ച ന്യാസിനോ ബ്രഹ്മചാരിണാം മുഖ്യഭാഗേ സ്ഥിതാസ്തേ ച തദഗ്രേ നാരദസ്ഥിതാം. അവിടെ സന്യാസിനോ എന്നാണ്. അവിടെ ഒരു പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ
വൈഷ്ണവാശ്ച വിരക്താശ്ച സന്യാസിനോ ബ്രഹ്മചാരിണ മുഖ്യഭാഗേ സ്ഥിതാസ്തേ ച തദഗ്രേ നാരദസ്ഥിതാം. കേൾപ്പാൻ വന്നവർ ഇരുന്ന ക്രമത്തെ വിവരിക്കണമെന്നാണ് പറഞ്ഞത്. മുൻഭാഗങ്ങളിൽ വിഷ്ണു ഉപാസകന്മാരെ, പ്രസിദ്ധരന്മാരായ വൈഷ്ണവന്മാർ, പിന്നെ വിഷയവൈരാഗ്യമുള്ള വിവേകികൾ, പിന്നെ സന്യാസികൾ, പിന്നെ ബ്രഹ്മചാരികൾ, ഇവരെല്ലാം പ്രധാന സ്ഥലങ്ങളിലിരുന്നു. അവരുടെ മുൻഭാഗത്ത് നാരദമുനിയും ഇരുന്നു. എല്ലാവരുടെയും മുമ്പിലാരാ? നാരദമുനി. അപ്പം നാരദമുനിയുടെ പിന്നിൽ മുൻഭാഗത്തിൽ വിഷ്ണു ഉപാസകന്മാരെന്ന് പ്രസിദ്ധരായ വൈഷ്ണവന്മാർ, പിന്നെ വിഷയവൈരാഗ്യമുള്ള വിവേകികൾ, പിന്നെ സന്യാസിമാർ, പിന്നെ ബ്രഹ്മചാരികൾ, ഇവരെല്ലാം പ്രധാനമായിട്ട് തന്നെ അവിടെ ഇരുന്നു എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഒരു സംശയം നോക്കാണ്ട്, അത് മൂലം 2-ാം ഭാഗം അതായത് ഒരു ഇത് പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ആണോ എന്നുള്ളത് എനിക്ക് ഒരു വാചകം ഒരു എന്താണെന്നാ പറയാ, ഒരു വാക്ക് ഞാൻ പറയാം. ശ്രീമദ് ഭാഗവത മാഹാത്മ്യം അധ്യായം 6 3-ാമത്തെ അധ്യായത്തിലെ, അത് ഞാൻ റെഫർ ചെയ്യണത് വലിയ വേറൊരു പുസ്തകമാണ്, വേറൊരു ചെറിയൊരു പുസ്തകം വെച്ചിട്ടാണ് വായിക്കണത്. അപ്പോൾ അധ്യായം 2 അധ്യായം 3 അതിലിപ്പോൾ നമ്മളിപ്പോൾ അതെ 19-ാമത്തെ ശ്ലോകമാണ് ഇപ്പോൾ സംശയം വന്നത്. അത് എൻ്റെ അടുത്ത് പറഞ്ഞതിൽ തെറ്റ് പറ്റി. ന്യാസിനോ തന്നെയാണ്. ന്യാസിനോ എന്ന് പറഞ്ഞാൽ സന്യാസി എന്നർത്ഥം. അത് അറിയാനാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ ന്യാസിനോ, പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ഇല്ല. വൈഷ്ണവാശ്ച വിരക്താശ്ച ന്യാസിനോ ബ്രഹ്മചാരി. ന്യാസിനോ എന്ന് പറഞ്ഞാൽ സന്യാസി എന്നാണ്. അത് നിങ്ങൾ ഞാൻ പറഞ്ഞു വിചാരിച്ചിട്ട് കറക്റ്റ് ചെയ്യണ്ട, അതാണ് ശരി. ന്യാസിനോ ബ്രഹ്മചാരിണ മുഖ്യഭാഗേ സ്ഥിതാസ്തേ ച തദഗ്രേ നാരദസ്ഥിത. അപ്പോൾ കേൾപ്പാൻ വന്നവരെ ഇരുന്ന ക്രമത്തെയാണ് ഇവിടെ വിവരിച്ചത്. മുൻഭാഗത്തിൽ വിഷ്ണുപാസകന്മാരെന്ന് പ്രസിദ്ധന്മാരായ വൈഷ്ണവന്മാരെ, പിന്നെ വിഷയവൈരാഗ്യമുള്ള വിവേകികൾ, പിന്നെ സന്യാസികൾ, പിന്നെ ബ്രഹ്മചാരികൾ, ഇവരെല്ലാം പ്രധാന സ്ഥലങ്ങളിൽ ഇരുന്നു. അവരുടെ മുൻഭാഗത്ത് നാരദരിരുന്നു. ഇനി 20-ാമത്തെ ശ്ലോകം. ഏകഭാഗേ ഋഷിഗണസ്തദന്യത്ര ദിവൗഹസാ വേദോപനിഷദോ അന്യത്ര തീർത്ഥാന്യത്ര സ്ത്രിയോ അന്യതാം. ഏകഭാഗേ ഋഷിഗണ തദന്യത്ര ദിവൗഹസാ വേദോപനിഷദോ അന്യത്ര തീർത്ഥാന്യത്ര തീർത്ഥ അന്യത്ര സ്ത്രീയോ അന്യതാം. എന്താ പറഞ്ഞത്? മറ്റുള്ളവരുടെ സ്ഥാനങ്ങളെ പറയണു. ഈ പറഞ്ഞവർ കൂടാതെ കണ്ടുള്ളവരുടെ സ്ഥാനം. ഒരു ഭാഗത്തിൽ ഋഷിഗണങ്ങൾ. അപ്പോൾ ഈ ഋഷിഗണങ്ങളെക്കാൾ മീരെയാണ് മറ്റുള്ളവരൊക്കെ. ഋഷിഗണങ്ങൾ, മറ്റൊരു ഭാഗത്ത് ദേവഗന്ധർവ കിന്നരാദികൾ, ദേവന്മാരെ, ഗന്ധർവന്മാരെ, കിന്നരന്മാരെ, വേറൊരു ഭാഗത്തിൽ വേദങ്ങളും ഉപനിഷത്തുകളും. അപ്പോൾ 2-3 ഭാഗമാക്കിയെന്ന് വിചാരിച്ചാൽ മതി. നാരദർ ഇരുന്നതിൻ്റെ പിന്നിലാണ് വിഷ്ണുപാസകന്മാരെ, പിന്നെ വിഷയവൈരാഗ്യമുള്ളവരെ, പിന്നെ സന്യാസികളെ, പിന്നെ ബ്രഹ്മചാരികളെ, ഇവരൊക്കെ. അത് കൂടാതെ വേറൊരു ഭാഗത്ത് ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡിലോ ആണെങ്കിൽ അങ്ങനെ വിചാരിച്ചോളൂ. ഒരു ഭാഗത്ത് ഋഷിഗണങ്ങളെ, മറ്റൊരു ഭാഗത്ത് ദേവഗന്ധർവ കിന്നരാദികളെ, വേറൊരു ഭാഗത്തിൽ വേദങ്ങളും ഉപനിഷത്തുകളും, മറ്റൊരു സ്ഥാനത്തിൽ തീർത്ഥങ്ങളെ, ഗംഗാദി സരുത്തുക്കൾ എന്ന് പറയുണ്ടായി. വേറൊരു സ്ഥലത്ത് സ്ത്രീകൾ. ഇങ്ങനെ എല്ലാവരും വേണ്ടുന്ന വിധം ഇരുന്നു. അപ്പം നമ്മളൊരു ആദ്യമായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഭാഗവത മാഹാത്മ്യം വേണ്ടത്ര ഗഗനമായിട്ട് പഠിക്കാത്തവർക്ക് ഇതറിയോ?
അപ്പോൾ ആചാര്യന്മാർ സ്റ്റേജിൽ ഇതിനെപ്പറ്റി പറയണ്ടേ, അല്ലെങ്കിൽ നമ്മൾ സ്വാധ്യായം ചെയ്തിട്ട് വേണ്ടേ സപ്താഹങ്ങൾ സംഘടിപ്പിക്കാൻ? അപ്പോൾ അങ്ങനെ ഇരുന്നു. പിന്നെ 21-ാമത്തെ ശ്ലോകം പറയണു, ജയശബ്ദോ നമഃശബ്ദോ നമഃശബ്ദ. ഇങ്ങനെ 2 ശബ്ദങ്ങൾ, നമ എന്നും പിന്നെ ജയ എന്നും. നാരായണ ജയ നാരായണ ജയ, നാരായണ നമ നാരായണ നമ, നാരായണന് നമസ്കാരം, നാരായണൻ ജയിക്കട്ടെ. ഈ 2 ശബ്ദമല്ലാതെ കണ്ട് വേറൊന്നും പാടില്ല. അതാണ് ചില യജ്ഞവേദിയിൽ എഴുതിയുണ്ടാവും, പ്രാർത്ഥന നിശബ്ദ രൂപത്തിൽ പ്രാർത്ഥിക്കുക, നിശബ്ദമായിട്ട്. എല്ലാവരും നിശബ്ദത പാലിക്കണം. അപ്പോൾ ജയശബ്ദോ നമഃശബ്ദ ശംഖശബ്ദസ്ഥദൈവച ചൂർണാലാജ പ്രസൂനാനാം നിക്ഷേപ സുമഹാനഭൂത്. ജയശബ്ദോ നമഃശബ്ദ ശംഖശബ്ദസ്ഥദൈവച ചൂർണലാജ പ്രസൂനാനാം നിക്ഷേപ സുമഹാനഭൂത്. എന്താ അതിനർത്ഥം? ഉടനെ ജയ ജയ നമോ നമ, ജയ ജയ നമോ നമ എന്ന ശബ്ദങ്ങളും ശംഖനാദങ്ങളും മുഴങ്ങി യജ്ഞവേദിയിൽ. അനന്തരം ഏലം ലവംഗം, ലവംഗം എന്ന് പറഞ്ഞാൽ പിന്നെ കരാമ്പു, ഏലം ലവംഗം കർപ്പൂരം മുതലായ സുഗന്ധദ്രവ്യങ്ങളുടെ പൊടി, മലർ പുഷ്പങ്ങൾ എന്നിവയെ എത്രയോ അധികം വർഷിച്ചു. ഏലക്കപ്പൊടി, കരാമ്പു പൊടിച്ചിട്ടുള്ളത്, കർപ്പൂരം, നല്ല കർപ്പൂരം, പച്ചക്കർപ്പൂരം മുതലായ സുഗന്ധദ്രവ്യങ്ങളുടെ പൊടിയെ, മലർ, പുഷ്പങ്ങൾ എന്നിവ എത്രയോ അധികം വർഷിച്ചു. ആയിക്കോട്ടെ. അടുത്തത് 22-ാമത്തെ ശ്ലോകം. വിമാനാനി സമാരൂഹ്യ കിയന്തോ ദേവനായകാ കൽപ്പവൃക്ഷപ്രസൂനൈസ്താൻ സർവാംസ്തത്ര സമാഹിരൻ. വിമാനാനി സമാരുഹ്യ കിയന്തോ ദേവനായകാ കൽപ്പവൃക്ഷപ്രസൂനൈസ്താൻ സർവാംസ്തത്ര സമാഹിരൻ. എന്താ പറഞ്ഞത്? ദേവനായകന്മാരായ ചിലര് 7-9 നിലകളുള്ള വിമാനഭവനങ്ങളുടെ മുകളിലിരുന്നിട്ട്, അപ്പം നമ്മൾക്കൊക്കെ ഒരു ബോയിങ് 878 484 എന്തോ ഒന്നുണ്ട്, അതാണ് ഈ ഡബിൾ ഡക്കർ വിമാനം എന്ന് പറയുന്നത്. പക്ഷേ ഈ ദ്വാപരയുഗകാലത്തിൽ ദേവനായന്മാരെ 7 നില അല്ലെങ്കിൽ 9 നിലകളുള്ള വിമാനഭവനങ്ങളെന്നാണ് പറഞ്ഞത്. വിമാനഭവനങ്ങളുടെ മുകളിലിരുന്നിട്ട് കൽപ്പവൃക്ഷങ്ങളിൽ നിന്നുദ്ഭവിച്ച പുഷ്പങ്ങളെ അവിടെ ഇരിക്കുന്ന സർവ്വജനങ്ങളിലും വിതറി. അപ്പം ഞാൻ ചോദിക്കട്ടെ, ബ്രാഹ്മണ ക്ഷേത്ര വൈശ്യ ശൂദ്ര വ്യത്യാസം അവിടെ കാണിച്ചു? ഇല്ല. മുകളിൽ പറഞ്ഞതായ രംഗസംവിധാനം എങ്ങനെയൊക്കെയാണോ അവിടെ കൂടിയ എല്ലാവരുടെയും ശിരസിൽ എത്തത്തക്ക വിധത്തിലാണ് കൽപ്പകപ്പൂ മലര് അവരെന്ത് ചെയ്തത്? വിന്യസിച്ചത്, വെതറിയത്. ഇത്ര ആയപ്പോൾ സൂതാവാച, സൂതര് പറയണു. ആരോടെ? സൂതര് പറയണത് അതായത് ചിലപ്പോൾ ഒരു തപ്പിൽ വരികയാണ്, എല്ലാം കൂടിയിട്ട് ഇങ്ങനെ ആവുമ്പോൾ സൂതർ സംസാരിക്കുന്നത് ആരോടാണ് പറഞ്ഞത്? ഷടാ, ആ ചോദ്യം തന്നെ അപകടമായി അല്ലേ? അതായത് ഞാൻ പറയാം, നാരദരും സനകാദികളും കൂടിയിട്ടാണ് ഇവിടെ സംവാദം നടത്തുന്നത്. ശുഗബ്രഹ്മ മഹർഷിയാണ് പരീക്ഷത്തിനോട് ഭാഗവതം ഉപദേശിച്ചത്. പിന്നെ ഇവിടെ ശൗനകാദികളോട് സൂതര്, ഞാനൊന്ന് എഴുതി വെച്ചത് മക്കളെ, കാരണം ശൗനക മഹർഷിയോട് പറയാണ്, ഏവം തേഷ്വേക ചിത്തേഷു
ശ്രീമദ് ഭാഗവതസ്യ ച മാഹാത്മ്യം മൂചിരേ സ്പഷ്ടം നാരദായ മഹാത്മനെ ഏവം തേഷകചിത്തേഷു ശ്രീമദ് ഭാഗവതസ്യ ച മാഹാത്മ്യമൂചിരേ സ്പഷ്ടം നാരദായ മഹാത്മനെ. സൂതൻ പറഞ്ഞു ആരോട്? ശൗനകരോട്. ഇപ്രകാരം കേൾപ്പാൻ വന്നിരിക്കുന്നവരെ എല്ലാം ഒരേ വിഷയത്തിൽ മനസ്സ് വച്ചിരിക്കുന്ന അവസരത്തിൽ. ഇപ്പം നമ്മൾ ഭഗവാന്റെ ഭാഗവതം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സെങ്ങനെയാണ്? ഏകാഗ്രചിത്തത്തോടു കൂടി ഇരിക്കണം നമ്മൾ. അവിടെ പുത്രനില്ലെന്നോ ഭാര്യയില്ലെന്നോ ഭർത്താവില്ലെന്നോ അച്ഛനമ്മമാരില്ലെന്നോ വീടില്ലെന്നോ കാറില്ലെന്നോ പറഞ്ഞ് വിഷമിച്ചും കൊണ്ടല്ല ഇരിക്കേണ്ടത്. ഏകാഗ്രചിത്തന്മാരായി ഭഗവത് ഉപാസനയുടെ ഫലം മുമുക്ഷമാണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം അവിടെ. ഇപ്രകാരം കേൾപ്പാൻ വന്നിരിക്കുന്നവരെയെല്ലാം ഒരേ വിഷയത്തിൽ മനസ്സ് വച്ചിരിക്കുന്ന അവസരത്തിൽ മഹാത്മാവായ നാരദനോട് സനകാദികൾ ശ്രീമദ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യത്തെ സ്പഷ്ടമായി ഉപദേശിച്ചു. അപ്പോൾ ഭാഗവതം പറയുമ്പോൾ എന്ത് ചെയ്യണം? ഭാഗവത മാഹാത്മ്യം പറയാണ്ടിരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പഠിക്കണം എന്ന് പറഞ്ഞത്. ആരാണിപ്പോൾ ഈ യജ്ഞവേദിയിൽ മാഹാത്മ്യം പറയണ്ടെന്ന് വെച്ചത്? ഒന്നില്ലെങ്കിൽ അറിയാത്തവർ വേണ്ട വെച്ചിട്ടുണ്ടാവും. പിന്നെ ഇപ്പോൾ കമ്മിറ്റിക്കാർക്ക് നിഷ്കർഷിക്കാൻ പറ്റുമോ? അവർക്ക് എന്താ പറയുക ഇപ്പോൾ ഇതിനെ പറ്റിയിട്ട്? എന്തൊക്കെയാണ് ഇതിലുള്ളത് എന്നുള്ളത് അവർ വായിച്ചു നോക്കിയിട്ടില്ലല്ലോ. ഇപ്പോൾ സത്രങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ സത്രങ്ങളിൽ പോയിട്ടില്ല, എന്നെ ആരും വിളിച്ചിട്ടുമില്ല, എനിക്ക് കേൾക്കാൻ പോകേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഞാൻ ഈ സ്വാധ്യായം ചെയ്തിട്ട് എനിക്കൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കത് വലിയൊരു നഷ്ടമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു, സൂതൻ പറഞ്ഞു, ഇപ്രകാരം കേൾപ്പാൻ വന്നിരിക്കുന്നവരെയെല്ലാം ഒരേ വിഷയത്തിൽ മനസ്സ് വെച്ചിരിക്കുന്ന അവസരത്തിൽ മഹാത്മാവായ നാരദരോട് സനകാദികൾ ശ്രീമദ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യത്തെ സ്പഷ്ടമായിട്ട് ഉപദേശിച്ചു. കുമാരന്മാർ സനകാദികൾ പറഞ്ഞു. ശ്ലോകം 24. അധ തേ സംപ്രവക്ഷ്യാമോ മഹിമാശുകശാസ്ത്രജാം യസ്യാ ശ്രവണമാത്രേണ മുക്തി കരതലേ സ്ഥിതാം. അധ തേ സംപ്രവക്ഷ്യാമോ മഹിമാശുകശാസ്ത്രജാം യസ്യ ശ്രവണമാത്രേണ മുക്തി കരതലേ സ്ഥിതാം. എന്താ പറഞ്ഞത് സനകാദികള്? അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ. അധ എന്ന ശബ്ദം മംഗളാർത്ഥം. അധ മംഗളാർത്ഥമാണ്, മംഗളമാകട്ടെ എന്ന ശബ്ദം ആണ്. ശുഖശാസ്ത്രത്തിൻ്റെ മഹിമയെ ഞങ്ങൾ അങ്ങയോട് ശരിയായി പറയാം. എന്തിനാ ശരിയായി പറഞ്ഞാൽ പോരെ? അല്ല, ശരിയായി പറയാം. അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ. ശുഖശാസ്ത്രത്തിൻ്റെ മഹിമയെ ഞങ്ങൾ അങ്ങയോട് ശരിയായി പറയാം. അതിനെ കേൾക്കുന്നത് കൊണ്ട് തന്നെ മുക്തി കരസ്ഥിതയാകുന്നു. ഉള്ളുങ്കയിലെ വെണ്ണ പോലെ. ഭാഗവത ശാസ്ത്രം ശുഖബ്രഹ്മർഷി പറഞ്ഞത് കേട്ടാൽ മതി എന്നാ. പക്ഷെ കേട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരു വിരോധാഭാസമായിട്ട് വരും. എന്താ അടുത്ത ശ്ലോകം? ശ്ലോകം 25. സദാസേവ്യ 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 ശ്രീമദ് ഭാഗവതീ കഥ യസ്യാ ശ്രവണമാത്രേണ ഹരിശ്ചിത്തം സമാശ്രയേത്. ഈ ഭാഗവതീ കഥ ഭാഗവതം കേട്ട ഉടനെ ഹരിശ്ചിത്തം സമാശ്രയേത്. നമ്മുടെ ചിത്തത്തിലുള്ള ഹരിനെ നമ്മൾ സമാശ്രയിക്കാതെ കണ്ടിരിക്കില്ല. അമ്പലത്തിലെ ഗുരുവായൂരമ്പലത്തിലത്തെ വിഗ്രഹമെന്നോ തിരുമല വെങ്കടാചലത്തെ വിഗ്രഹമെന്നോ ഒന്നും അവിടെ പറഞ്ഞില്ല. പിന്നെ എന്താ പറഞ്ഞത്? ഹരി ചിത്തം, ചിത്തത്തിലുള്ള ഹരിയെ സമാശ്രയിക്കാം. ഇത് മനസ്സിലാക്കിയാൽ പിന്നെ നമ്മൾ തിരക്ക് കൂട്ടുമോ? നമ്മൾ ഗ്രൂപ്പ് കൂടിയിട്ട് തിങ്കളാഴ്ച വ്രതമാണ്, വ്യാഴാഴ്ച വ്രതമാണ്, പോവോ? ആലോചിച്ച് നോക്കൂ. ഒരു കാലത്ത് ഈ സോക്കാൾഡ് ഗുരുവായൂർ എപ്പോഴാണ് വന്നത്? കുറേ കാലത്തിന് ശേഷം. മമ്മിയൂരപ്പൻ്റെ ക്ഷേത്രമാണ് അവിടെ. അപ്പോൾ മമ്മിയൂരപ്പൻ്റെ അവിടെ എന്തുണ്ട്? സുബ്രഹ്മണ്യനും
മഹാവിഷ്ണുവും 3 ശ്രീകോവിലാണ് മമ്മിയൂരപ്പൻ്റെ അവിടെ. അപ്പോൾ ഈ ദ്വാപരയുഗത്തിൻ്റെ മുമ്പ് തന്നെ മമ്മിയൂരപ്പൻ അവിടെ ഉണ്ട്, ഗുരുവായൂരപ്പനുണ്ട്, സുബ്രഹ്മണ്യനൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ഞാൻ അബദ്ധമായിട്ട് ഞാനൊന്നും പറയില്ല, നിങ്ങൾക്ക് കേട്ട അബദ്ധമായിട്ട് തോന്നും. അപ്പം നമ്മൾ ഈ വർഷം ഇത്ര കാലം അല്ലെങ്കിൽ പിന്നെ ദ്വാരകയിൽ പൂജിച്ച വിഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശരി ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ സമാശ്രയിക്കേണ്ടത് ആരേനെയാണ്? ഇനി എന്താണെന്ന് പറയാം, കൃതയുഗത്തിൽ തന്നെ ഉണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ക്ഷേത്രങ്ങൾ കൃതയുഗത്തിൽ തന്നെ ഉള്ളതാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, എനിക്കത് ബാധ്യതയല്ല. ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ ഗുരുനാഥൻ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് ഭാഗവതം എന്താ, നമ്മുടെ മനസ്സിലുള്ള ഹരിയെ ഉപാസിക്കൂ, അതിന് പുറത്തു പോകേണ്ട ആവശ്യമുണ്ടോ? ഈ ഒരു ടെമ്പോ നമുക്ക് നിലനിർത്താൻ സാധിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ സനകാദികൾ പറഞ്ഞു, അല്ല പിന്നെ അതെ 25ാമത്തെ ശ്ലോകം, സദാസേവ്യ ശ്രീമദ് ഭാഗവതീ കഥ യസ്യാ ശ്രവണമാത്രേണ ഹരിശ്ചിത്തം സമാശ്രയേത്. ഈ 2 വരിക്ക് ഞാൻ ഒരു ഉദാഹരണം പറയാണ്. ഈ 24ാമത്തെ ശ്ലോകം 2 വരിയാണ്, അതിനിവിടെ 3 വരിയിൽ അർത്ഥം പറഞ്ഞു. ഈ 2 വരിക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18 വരി കൊണ്ട് അർത്ഥം പറഞ്ഞത്. എന്താണ് കാരണം? ഈ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അത് സാധാരണക്കാർക്ക് മനസ്സാലാക്കത്തക്ക വിധത്തിൽ വിസ്തരിക്കണം. അപ്പോൾ വിസ്തരിക്കാണ്ടിരുന്നാൽ അബദ്ധമാണ് ഇനി. അപ്പോൾ ഇവിടെ നോക്കൂ, എത്ര ദിവസം കൊണ്ടാണ് ഭാഗവത ശ്രവണം പൂർത്തിയാക്കേണ്ടതെന്ന നാരദ പ്രശ്നത്തിന് ദിവസനിർണയമില്ലെന്ന ഉത്തരം പറയുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കണം. ദിവസനിർണയമില്ല. എത്ര ദിവസം കൊണ്ടാണ് ഭാഗവതം കേൾക്കണത്? അത് കേൾക്കുന്ന ആളുടെ താല്പര്യത്തിനനുസരിച്ചിരിക്കും. പഠിക്കുന്ന ആൾ എത്ര കാലം എടുത്തു ഇത് പഠിക്കാൻ? ഓരോരുത്തരുടെയും ഇൻ്റലിജൻസിന് വ്യത്യാസം ഉണ്ടല്ലോ. ഞാൻ പഠിച്ചതിനേക്കാൾ കമ്മി മതിയാവും നിങ്ങളിൽ പലവർക്കും. അപ്പോൾ അത് ഏതാ ശരിയെന്ന് പറഞ്ഞാൽ അവരവർ ചെയ്തത് അവരവർക്ക് ശരി. ഒരാൾക്ക് മറ്റൊരാളാവാൻ പറ്റില്ല, മറ്റൊരാൾക്ക് ഞാനാവാനും പറ്റില്ല. if I were you അതൊരർത്ഥമില്ലാത്ത കാര്യമാണ്, അതൊരു കണ്ടീഷണൽ ക്ലോസാണ്. അപ്പോൾ പിന്നെ ഭാഗവത ശ്രവണം പൂർത്തിയാക്കേണ്ടതെന്ന് എത്ര ദിവസം കൊണ്ടാണെന്ന് ദിവസനിർണയമില്ലെന്ന് ഉത്തരം പറയുന്നു. ശ്രീമദ് ഭാഗവത കഥ എപ്പോഴും ജീവിതകാലം മുഴുവനും സേവിപ്പാൻ യോഗ്യയാകുന്നു എന്നാണ്. ടിൽ ദി ലാസ്റ്റ് ബ്രെത്ത് ഭാഗവതം പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ആദ്യത്തെ ഒരു 10 പ്രാവശ്യം വായിക്കുമ്പോൾ ഒന്നും മനസ്സിലായെന്ന് വരില്ല, വേണ്ട, പിന്നെ മനസ്സിലാവാൻ തുടങ്ങും. അപ്പം മരിക്കണ വരെ വായിച്ചാലും പഠിച്ചാലും പുതിയ പുതിയ ആശയങ്ങൾ ഭഗവാൻ ഉള്ളിൽ നിന്ന് നമ്മൾക്ക് പ്രചോദനമായിട്ട് തന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മളിനിയിപ്പോൾ മുമുക്ഷു ആയാലും ഭാഗവത കഥ കേൾക്കാൻ സാധിക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ ജനിക്കുക, അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുക. ഇപ്പോൾ വൈകുണ്ഠത്തിലാണെങ്കിൽ അവിടെ ഭാഗവതം അനന്തൻ 1000 നാവ് കൊണ്ട് ഭഗവാൻ 1000 നാവല്ല 1000 തലയും 2000 നാവുന്നാണ്. ഞാൻ പറഞ്ഞതല്ല, മഹാന്മാർ പറയും. എന്താ, നാഗങ്ങൾക്കൊക്കെ നാവിൻ്റെ തലപ്പ് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു നാവല്ല, ഒരു നാവിന് 2. അതിൻ്റെ കഥ പറഞ്ഞത് ഒരു കാലത്ത് ഈ അമൃതകലശം വെച്ച ദർഭപ്പുല്ലില് ഇവർ പോയി ഒന്ന് നക്കി നോക്കിയതാണ് നാഗന്മാർ. അപ്പോൾ ആ മൂശയുള്ള ഭാഗം കൊണ്ടിട്ട് നാവ് പടർന്നു എന്നാണ് കഥ പറഞ്ഞത്. ആയിക്കോട്ടെ. അപ്പോൾ ഇവിടെ എന്താ, ജീവിതകാലം മുഴുവൻ പിന്നെ ഭാഗവതം വായിക്കണം. അപ്പോൾ ജീവിതകാലം മുഴുവനും സേവിപ്പാൻ യോഗ്യയാകുന്നു. ആരെ? ഭാഗവതം. ഭാഗവതീന. ആ കഥ കേൾക്കുന്നവരുടെ ചിത്തത്തിൽ ശ്രീഹരി പ്രകാശിക്കും.
ചിത്തത്തിൽ ശ്രീഹരി പ്രകാശിക്കും. അമ്പലത്തിൽ നിന്ന് പറഞ്ഞിട്ടില്ല, ബിംബത്തിൽ നിന്ന് പറഞ്ഞിട്ടില്ല. ഞാനൊരു ഫണാറ്റിക്കോ അല്ലെങ്കിൽ ഒരു നിഷേധിയോ അല്ല കേട്ടോ. ഞാൻ സത്യസന്ധമായുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ആ കഥ കേൾക്കുന്നവരുടെ ചിത്തത്തിൽ ശ്രീഹരി. അപ്പം ജീവാത്മാവായിട്ട് ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും നമ്മൾക്ക് പുറമെ പോയി തിരയേണ്ട അല്ലെങ്കിൽ പുറമെ പോയി തേടേണ്ട ഒരവസ്ഥ ഇല്ലാതെ ഉണ്ടാക്കും. കണ്ണടച്ചാലും അടച്ചില്ലെങ്കിലും ഭഗവാൻ ഉള്ളിലുണ്ട് എന്നുള്ളൊരു ബോധ്യം വന്നാൽ എത്ര സമയം ലാഭം, എത്ര കഷ്ടപ്പാട് ലാഭം, എത്ര പൈസ ലാഭം. അപ്പോൾ അർത്ഥവിചാരപൂർവം ശ്രവിച്ചാൽ പിന്നെ പറയണമോ? അർത്ഥത്തെ വിചാരം ചെയ്യണം. ശ്രവിച്ചാൽ പിന്നെ പറയണം. സദാസേവ്യ സത്തുക്കളാൽ ആദരപൂർവം ശ്രവിപ്പാൻ യോഗ്യ എന്നും അർത്ഥമാവാം. സത്തുക്കളാൽ നിരന്തര ശ്രവണയോഗ്യയായിരിക്കുന്ന ഭാഗവത കഥ ഒന്ന് തന്നെയാണെന്ന് സാരം. സത്തുക്കളും ഭാഗവതം പഠിക്കണത് എന്തിനാ? അതിൻ്റെ രസാനുഭൂതി വീണ്ടും വീണ്ടും അനുഭവിക്കാൻ. തൃപ്തി വരില്ല. ഭാഗവത കഥ എത്ര കേട്ടാലും തൃപ്തി വരില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞു നോക്കി, എന്നോട് ഇത് പറയണം എന്ന് ഷാഠ്യം പിടിച്ച കുട്ടിയോട് ഞാൻ പറഞ്ഞു നോക്കി, ഞാൻ സുബ്രഹ്മണ്യൻ തിരുമുമ്പിൻ്റെ വൃത്താനുവൃത്തം പറഞ്ഞിട്ടുണ്ട്, അത് കേട്ടോളൂ. അത് പോരാ, മൂലം വേണം. ഓ ശരി. അപ്പോൾ യോഗികൾ നിർവികൽപ്പ സമാധിയിൽ അനുഭവിക്കുന്നതായ പരമാനന്ദം ഭാഗവത ശ്രവണത്താൽ ലഭിക്കും. യോഗികള് ആത്മാരാമത്വന്മാരായി ഭഗവാന്റെ പാദാരവിന്ദത്തിൽ ലയിച്ച് ഭക്തനും ഭാഗവതവും ഭഗവാനും ഒന്നാണെന്നുള്ള രീതിയിൽ ഇരിക്കുന്ന അതേ സുഖം അർത്ഥമറിഞ്ഞാൽ എന്തുണ്ടാവും? ഭാഗവത ശ്രവണത്താൽ ലഭിക്കും. അതുകൊണ്ടാണ് ആനന്ദസ്വരൂപനായ ഹരി ചിത്തത്തെ സമാശ്രയിക്കുന്നു എന്ന് പറഞ്ഞത്. ഭഗവാന് സ്വയം പ്രകടമാവാൻ പറ്റില്ല. മനുഷ്യ ഹൃദയത്തിലുള്ള ചിത്തം, മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം, ഇത് നാലിനും കൂടിയിട്ടാണ് അന്ധഃകരണം എന്ന് പറയാന്നൊക്കെ ഞാനൊരു 40 പ്രാവശ്യം ഇപ്പോൾ പറയണു. അപ്പം ചിത്തത്തിൽ പ്രകാശിക്കുന്നേ പറഞ്ഞുള്ളൂ. ചിത്തത്തിൽ എന്താ പറയുക, ചതുർബാഹുവായിട്ട് കാണുന്നല്ല പറഞ്ഞത്. ചിത്തത്തിൽ പ്രകാശിക്കും. ഈശ്വരൻ പ്രകാശരൂപനാണ്. അതുകൊണ്ടാണ് സൂര്യനാരായണമൂർത്തേ എന്ന് പറഞ്ഞത്. സൂര്യനാരായണമൂർത്തയെ പറഞ്ഞിട്ട് നട്ടുച്ച 12 മണിക്ക് സൂര്യനെ നോക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ആനന്ദസ്വരൂപനായ ഹരി, എനിക്കും നിങ്ങൾക്കും അരനിമിഷം ആനന്ദിക്കാൻ പറ്റണത് ഹരിയുടെ പ്രഭാവം കൊണ്ടാണ്. ആനന്ദം എന്നുള്ളത് നമ്മൾ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം? മരിക്കാൻ കിടക്കുന്ന ആൾക്ക് വിദൂരത്തുള്ള മകനോ മകളോ വന്നാൽ ആനന്ദമായി. ഇപ്പം എങ്ങനെയുണ്ടാച്ചാ സുഖമായി എന്നാ പറയാം. അടുത്ത നിമിഷം കാറ്റ് പോവുകയാണ്, അത് നമ്മൾ മനസ്സിലാക്കണില്ല. അപ്പോൾ സുഖം, സന്തോഷം, ആനന്ദം എന്നുള്ളതിനൊന്നും നമ്മൾക്ക് വാക്കുകളില്ല. വാക്കുകൾക്കും അല്ലേ, വാക്കുകൾക്കും വിദ്യക്കൊന്നും എത്തപ്പെടാൻ സാധിക്കില്ല. എവിടെ? ഈ പറയുന്ന ആനന്ദ സ്വരൂപത്തിൽ. അപ്പം ചിത്തത്തെ ശ്രമായിക്കുമെന്ന് പറഞ്ഞു. ചിത്തസ്ഥിതനായ ഹരി. അപ്പോൾ ഭഗവാൻ എവിടെ ഇരിക്കണത്? ചിതാകാശ ഗുഹയിൽ. അതിപ്പോൾ ഈ ഹൃദയം എന്ത് അല്ലേ? ഇപ്പോൾ പിന്നെ പലവർക്കും പല അഭിപ്രായം ഉണ്ടായിക്കോട്ടെ. ഈ ഹൃദയം അല്ല ആധ്യാത്മിക ഹൃദയം എനിക്കറിയാഞ്ഞിട്ടല്ല. ശരിക്കും ഈ മൊഡല്ല ഒബ്ലാങ്കട്ടയിലാണ്, ബ്രെയിനിലാണ് ഹൃദയം. പക്ഷേ എല്ലാം കൂടി ഒരു ശ്ലോകത്തിൽ എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ സ്ഥിരമായി കേൾക്കാനുള്ളൊരു ത്വരിത. അപ്പോൾ എന്നേക്കാൾ പ്രാവീണ്യമുള്ളവരിത് കേൾക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ആയിക്കോട്ടെ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത്, കൊതു ഏത് ഭാഗത്ത് കടിച്ചാലും നമ്മുടെ ശരീരത്തിൽ അപ്പോൾ സർവ്വവ്യാപിയാണ് എന്നുള്ളത് നമുക്കറിയാലോ. വേദന, ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വേദനിച്ചാലും വേദന ഉണ്ടാവാൻ കാരണം എന്താ? മനസ്സുള്ളത് കൊണ്ടാണ്.
മനസ്സിനെ ജയിച്ചവന് വേദനയില്ല. അപ്പോൾ മനസ്സിലല്ല ഭഗവാൻ ഇരിക്കുന്നത്. ആസ് എ ഹോൾ പറയും അന്ധകരണം, അത്രയേ ഉള്ളൂ. മനസ്സിലാണെന്ന് പറഞ്ഞാൽ ശരിയെന്ന് പറയാം. അപ്പം ഇവിടെ ഹരി ആനന്ദസ്വരൂപനായിട്ട് സ്ഥിതി ചെയ്യുന്നത് ചിത്തത്തിലാണ്. അതാണ് ചിതാകാശത്തിലെ എന്ന് പറയും. അപ്പോൾ ആ പരമാനന്ദത്തെ പ്രതിബന്ധിക്കുന്ന കാമാദി ചിത്തവൃത്തികൾ ഭാഗവത കഥാശ്രവണം നിമിത്തം നശിക്കും. ഈ ലൗകികത്തിലുള്ള കാര്യങ്ങളാണ് ഏത്? കാമാദി ചിത്തവൃത്തികൾ. ആധ്യാത്മികം തളിരിടുമ്പോൾ ഈ പറഞ്ഞ കാമാദി ചിത്തവൃത്തികൾ നശിക്കും. ഇപ്പം കാമാദി ചിത്തവൃത്തികൾ മാത്രമേ ഉള്ളൂ. നമ്മൾ കാമനകൾ പൂർത്തീകരിക്കാൻ ഈശ്വരനെ ഉപാധിയാക്കുകയാണ് ക്ഷേത്രങ്ങളും സപ്താഹ വേദികളും. അതുകൊണ്ടാണ് കാര്യസാധ്യ പുഷ്പാഞ്ജലി. കാര്യവും കാരണവും ഭഗവാനാണ്. കാര്യമില്ലാണ്ട് കാരണമില്ല, കാരണമില്ലാണ്ട് കാര്യമില്ല എന്ന് പറയും. അത് രണ്ടും ഭഗവാനാണ്. സത്തും അസത്തും ഞാൻ തന്നെ എന്ന് പറയണം. എന്നാൽ അത് വിചാരിച്ചിട്ട് നമ്മൾ അസത്ത് എന്ന് പറയാൻ പറ്റുമോ? അവിടെ അസത്ത് എന്നുള്ളത് സാധാരണക്കാരൻ മലയാളത്തിൽ വിചാരിക്കുന്ന അസത്തല്ല, പ്രകടമാവാത്തതെന്നാണ് അസത്ത് എന്ന് പറഞ്ഞാൽ. ഓം സതേ നമ, ഓം അസതേ നമ, വിഷ്ണു സഹസ്രനാമം. അപ്പം ഞാൻ അസത്താണല്ലോ, എന്നാൽ ഞാനും ഭഗവാനല്ലേ? അങ്ങനെയല്ല. പ്രകടമാവാൻ സാധിക്കുന്നതും പ്രകടമാവാൻ സാധിക്കാത്തതും ആയിട്ടുള്ള അവസ്ഥയുണ്ട്. നിരാകാരത്തിലുള്ള ഭഗവാനെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താവണം? അന്തർമുഖന്മാരാവണം. ബാഹ്യവൃത്തികളെ കൊണ്ട് നമ്മൾക്ക് നിരാകാരനായിരിക്കുന്ന ഭഗവാനെ കാണാൻ പറ്റില്ല. അപ്പം ഇവിടെ വൃത്തികളെ ഹരിപ്പാൻ ശക്തനെന്ന് കാണിപ്പാനാണ് ഹരി ശബ്ദത്തെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹരിക്കുക, ഗുണിക്കലല്ല, ഹരിക്കുക. അപ്പോൾ ഹരിച്ചിട്ട് എവിടെ എത്തണം? ഒന്നിലെത്തണം. ഈശ്വരൻ ഏകമാണ്. അപ്പോൾ ശ്രോത്രങ്ങളുടെ ചിത്തവൃത്തിയെ ഇതര വിഷയങ്ങളിൽ നിന്ന് തിരിച്ച് ചെവി പലതും കേൾക്കാൻ താല്പര്യപ്പെടും. ഗുരുനാഥൻ പറഞ്ഞത് കേൾക്കണം, അമ്മ പറഞ്ഞത് കേൾക്കണം, അച്ഛൻ പറഞ്ഞത് കേൾക്കണം. പക്ഷേ ചില സമയത്ത് കാമുകൻ അല്ലെങ്കിൽ ഭാര്യ, ഭർത്താവ് ഇവർ പറഞ്ഞത് മാത്രം കേൾക്കേണ്ട ഒരു സന്ദർഭം വന്നാൽ ജീവിതം കട്ടപ്പുകയായി നമ്മൾ മനസ്സിലാക്കണം. ഗുരു പറയണത് കേൾക്കണം, അമ്മ പറഞ്ഞത് കേൾക്കണം, അച്ഛൻ പറഞ്ഞത് കേൾക്കണം. ഗീത എന്തു പറഞ്ഞു? അയലോക്കത്തെ ഗീതയല്ല, ഭഗവത്ഗീത എന്തു പറഞ്ഞു? നിന്നലെ കാമക്രോധ മത മത്സര ലോഭങ്ങളാകുന്ന ഷഡ്വൈരികളെ നീ ഹനിക്ക്. അത് നമ്മൾ കേട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ശത്രുമുട്ടിന് എവിടേക്ക് ഓടുന്നത്? ക്ഷേത്രങ്ങളിലേക്ക് ഓടും. ശത്രുമുട്ട്, അവിടെ ശത്രുമുട്ട്. എന്നിട്ട് ആരുടെ പേരുന്നാളാണ് പറഞ്ഞത്? അവരവരുടെ പേരുന്നാൾ. അതെങ്ങനെയാണ് അവരവരുടെ പേരുന്നാളും ശത്രുവാകുമോ? എനിക്കറിയില്ല. എനിക്കറിയാത്ത ഒരുപാട് കാര്യമുണ്ട്. അപ്പം മുട്ട് കഴിച്ചത് കൊണ്ട് മുട്ട് മാറുമോ? എനിക്ക് തോന്നുന്നില്ല. അപ്പം ഈ പ്രതിഭാസങ്ങൾ ഒന്നിന് മേലെ ഒന്ന് ഉള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? ദുഃഖനിവൃത്തിക്ക് വേണ്ടിയിട്ടാണ്. ജന്മാന്തര ദോഷങ്ങൾ ഇല്ലാതെ കണ്ടാക്കി പുനരഭിജനനം പുനരഭിമരണമാകുന്ന കാലചക്രപ്രവാഹത്തിൽ പെടാതെ കണ്ട് ഈശ്വരമയമായി തീരാനുള്ള വ്യഗ്രതയിലാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ഇതര വിഷയങ്ങളിൽ നിന്ന് തിരിച്ച് പരമാത്മാവിൽ സംയോജിപ്പിക്കുവാനുള്ള ദിവ്യശക്തി ദിവ്യമായിരിക്കണം, ഡിവൈനായിരിക്കണം. ശ്രീമദ് ഭാഗവത കഥയ്ക്ക് ഉള്ളതുപോലെ മറ്റൊരു കഥയ്ക്കും ഇല്ലാത്തതിനാൽ സദാ സേവിക്കണം. ചിലവരുമില്ലേ, ചില സൂക്കറിന് ഈ എനിക്കറിയില്ല, ഞാൻ വിചാരിക്കുന്ന സമയത്ത് എനിക്ക് ടെർമിനോളജി വരുന്നില്ല. അതാ പ്രശ്നം. ഈ ഒന്നില്ലെങ്കിൽ ക്ഷീണിക്കുക അല്ലെങ്കിൽ തടിക്കുക, അങ്ങനൊരു അസുഖമുണ്ട്. അതിന് മരണം വരെ മരുന്ന് കഴിക്കണം. അതേമാതിരി ഹാർട്ട് കംപ്ലൈൻറ്റ്. അപ്പോൾ ഈ ഭാഗവതമാകുന്ന സിദ്ധൌഷധം
കഴിച്ചാൽ മനസ്സിന് ശാന്തി ഉണ്ടാവും. ശരീരം നൽകി നാളെ നശിക്കും. എത്രയാണെങ്കിലും ശരി, എത്ര മരുന്ന് കഴിച്ചാലും ശരി, കഴിച്ചില്ലെങ്കിലും ശരി. അപ്പോൾ ഇവിടെ ഇത്ര ദിവസം കേൾക്കുക എന്നുള്ള അവധി വയ്ക്കുന്നത് നന്നല്ല എന്ന് സിദ്ധാന്തം. അപ്പോൾ മരണം വരെ നമ്മളിത് കേൾക്കണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ന് കർക്കിടക മാസം 1-ാം തീയതിയാണ്. ഏകദിന രാമായണത്തിൽ എന്താ അർത്ഥമുള്ളത്? മരണം വരെ രാമായണവും ഭാഗവതം കേൾക്കണമെന്ന് പറഞ്ഞാൽ ഏകദിനം കൊണ്ട് രാമായണവും ഭാഗവതം എങ്ങനെ കഴിക്കുക? ഏകദിനം കൊണ്ട് നാരായണീ എങ്ങനെ കഴിക്കുക? നമ്മൾ ഓട്ടപ്പന്തയൊന്നല്ലല്ലോ. ഓട്ടപ്പന്തയാണെങ്കിൽ തന്നെ മുയലും ആമയും കൂടി ഓടിയിട്ടുള്ള കഥ നമുക്കറിയാം. ആരാ ജയിച്ചത്? ഓടാൻ മിടുക്കനായ മുയലാണോ ജയിച്ചത്? അല്ല. അപ്പം അതിൻ്റെ അർത്ഥമില്ലാത്തൊരവസ്ഥയെ പറ്റി നമ്മളൊന്ന് ആലോചിച്ച് നോക്കണ്ടേ? അത്രത്തോളേ ഉള്ളൂ. ഇനി 26, ശ്ലോകം 26. ഗ്രന്ഥോ 18 12 സ്കന്ധ സംഹിതാം പരീക്ഷിഷുക സംവാദ ശൃണു ഭാഗവതം ച തത്. ഗ്രന്ഥോ 18 12 സ്കന്ധ സംഹിത പരീക്ഷിഷുക സംവാദ ശൃണു ഭാഗവതം ച തത്. ഭാഗവതത്തിൽ 18,000 ശ്ലോകം 12 സ്കന്ധങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. അപ്പം ഈ ശ്ലോകം എന്നുള്ളതിൽ അവിടെ ഒരു ആസ്ട്രിക് ഇട്ടിട്ടുണ്ട്. 18,000 ഗ്രന്ഥസംഖ്യ എന്നാണ്. 18,000 ഗ്രന്ഥസംഖ്യ. ഇത്ര അക്ഷരം കൂടിയാൽ ഒരു ഗ്രന്ഥസംഖ്യ എന്നുണ്ട്, നിർവചനമുണ്ട്. അപ്പം 14,000 ശ്ലോകങ്ങൾ, 18,000 ഗ്രന്ഥസംഖ്യ. അതാണ് ആശ്രയിക്കിട്ടുള്ളത് അവിടെ. ഇതറിയാണ്ട് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. പണ്ഡിറ്റ് കേസരി ഗോപാലൻ നായർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ 18,000 ശ്ലോകം എന്ന്. അങ്ങനത്തെവരോട് വാശി പിടിക്കുന്നവരോട് എനിക്കൊന്നും പറയില്ല. എനിക്ക് വാശിയില്ല. എനിക്ക് ആരോടും ജയിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഭാഗവത ഭക്തദാസനാണ്. ഒരു ഭക്തൻ സ്വാമി വിളിച്ചു തന്നെ. ഞാൻ അദ്ദേഹത്തിനൊന്നും എഴുതിയില്ല. പക്ഷേ എനിക്ക് അദ്ദേഹം ഇന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കിയാൽ മതി, ഞാൻ സ്വാമി അല്ല. ഞാൻ ഭാഗവത ഭക്തദാസനാണ്. സ്വാമി ഭഗവാനാണ്. എനിക്ക് ഒരു പട്ടും വേണ്ട, എനിക്കൊരു പദവിയും വേണ്ട. ഞാൻ ഭാഗവത ഭക്തദാസൻ. മനസ്സിലായില്ലേ? ആരെന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. പക്ഷേ ഞാൻ മനനം ചെയ്ത് എൻ്റെ ബുദ്ധി സ്ഥിതപ്രജ്ഞ എന്നുള്ള അവസ്ഥയിൽ ഞാൻ എൻ്റെ മനസ്സാക്ഷി പറഞ്ഞ് ഞാൻ കേൾക്കും ചെയ്യും. ബാക്കിയുള്ളതൊക്കെ ഞാൻ വിത്ത് ഡ്യൂ റെസ്പെക്ട് കേൾക്കും. അപ്പോൾ ഇവിടെ 18,000 ശ്ലോകം എന്ന് പറഞ്ഞാൽ ഗ്രന്ഥസംഖ്യ 12 സ്കന്ധങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. പരീക്ഷിത്ത് മഹാരാജാവിനും ശ്രീ ശുഗർക്കും തമ്മിലുള്ള സംവാദമായിട്ടാണ് ഭാഗവതം ഉണ്ടായിരിക്കുന്നത്. ഹേ നാരദ, ആ ഭാഗവതത്തെ കേൾക്കുക. ഇവിടെ എഴുതിയിട്ടുണ്ട് 24 അക്ഷരാണ് ഒരു ഗ്രന്ഥസംഖ്യ. ഒരു പദ്യം, ഒരു ശ്ലോകം 24 അക്ഷരം. അങ്ങനെ നോക്കുമ്പോൾ 24 അക്ഷരം ഉള്ളത് നോക്കുകയാണെങ്കിൽ 18,000 വരും. അത് ഷുവറാണ്. അടുത്തത് 27-ാമത്തെ ശ്ലോകം. താവൽ സംസാരചക്രേ അസ്മിൻ രമതേ അജ്ഞാനത പുമാൻ യാവൽ കർണകഥാ നാസ്തി ശുഖശാസ്ത്രകഥാക്ഷണം. താവത് സംസാരചക്രേ അസ്മിൻ രമതേ അജ്ഞാനത പുമാൻ യാവൽ കർണകഥാ നാസ്തി ശുഖശാസ്ത്രകഥാക്ഷണം. ശുഖശാസ്ത്രകഥ അല്പകാലമെങ്കിലും ഏതൊരു പുരുഷൻ്റെ, അതായത് ഏതൊരു വ്യക്തിയുടെ കർണപുടങ്ങളിൽ പ്രവേശിക്കാതിരിക്കുന്നുവോ, പ്രവേശിക്കാതിരിക്കുന്നുവോ ആ കാലം വരെ ആത്മസ്വരൂപത്തെ അറിയാത്ത ദോഷം ഉണ്ടാവുന്ന.
ആത്മസ്വരൂപം എന്താ? നിരാകാരനായിരിക്കുന്ന സാക്ഷാൽ ബ്രഹ്മമാണ് ഞാൻ എന്നുള്ള അവസ്ഥ അറിയില്ല. ഈ ഒരു ശ്ലോകം വിട്ടുപോയാൽ എല്ലാം പോയി. നാം ഭഗവാന്റെ അംശമാണ് എന്നറിഞ്ഞിട്ടില്ലെങ്കിൽ അത്രയും കാലം നമ്മൾ എവിടെ പോയി ക്യൂ നിൽക്കും? ഗുരുവായൂർ അമ്പലത്തിൽ പോയില്ലല്ലോ എന്നൊരു തോന്നലുണ്ടാവും. എനിക്കതിൻ്റെ പ്രശ്നം വരില്ല. ഞാൻ എത്രയോ കല്യാണത്തിന് പോയിട്ടുണ്ട്. കല്യാണത്തിന് പോകുമ്പോൾ ഹാളിലേക്ക് പോണതിൻ്റെ മുമ്പേ ആ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടുന്ന് ഭഗവാന് വെച്ചുള്ള വിളക്ക് കാണും. അത് കാണും, തൊഴും. ഇനി നട അടച്ച സമയമാണെങ്കിലും അവിടെ പോയാൽ കണ്ണടച്ചാൽ നമ്മുടെ ഉള്ളിൽ കാണും. നമ്മളവിടെ എത്തിക്കണതാരാ? ഭഗവാനാണ്. ശവത്തിന് അവിടെ എത്താൻ പറ്റില്ലല്ലോ. ജീവനുള്ളതിനല്ലേ മനുഷ്യൻ എന്ന് പറഞ്ഞത്. ആ മനുഷ്യനിൽ ജീവാത്മാവായിരിക്കുന്നത് ഈ പരമ്പൊരുളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ കാണപ്പെടുന്ന മനുഷ്യന്മാരെയും ഇതര ജീവജാലങ്ങളെയും നമ്മൾക്ക് മഹാവിഷ്ണുവാണ് എന്ന് സങ്കല്പിക്കാൻ സാധിക്കാതെ ഇരിക്കാനുള്ള കാരണം എന്താണ്? വെട്ടും കുത്തും ഉണ്ടാവണത് എന്തുകൊണ്ടാണ്? ഭഗവാൻ ചിതാകാശത്ത് ഇരിക്കണു എന്നുള്ള അറിവില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ശുഖശാസ്ത്രകഥ അല്പകാലമെങ്കിലും ഏതൊരു പുരുഷൻ്റെ കർണപുടങ്ങളിൽ പ്രവേശിക്കാതിരിക്കുന്നുവോ ആ കാലം വരെ ആത്മസ്വരൂപത്തെ അറിയാത്ത ദോഷം നിമിത്തം ഈ സംസാരചക്രത്തിൽ കിടന്ന് ചുറ്റിത്തിരിയും. എപ്പോൾ സുഖശാസ്ത്ര ശ്രവണ ഭാഗ്യം ലഭിക്കുന്നുവോ അത് തന്നെയാകുന്നു സംസാരചക്ര ഭ്രമണാവസാന കാലമെന്ന് സാരം. പുനരഭിജനനം പുനരഭിമരണം ഏതുവരെയുള്ളൂ? ഈ വസ്തുവിനെ അറിയണത് വരെ. ഇതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ബഹുമാനിക്കാൻ തുടങ്ങിയ പിന്നെ ജനനം ഉണ്ടാവില്ല, മരണം ഉണ്ടാവില്ല. ഇതാണ് നമ്മൾ അവശ്യം മനസ്സിലാക്കേണ്ട കാര്യം. അവിടെ നിർത്താം. അടുത്ത എപ്പിസോഡിലെ 28ാമത്തെ ശ്ലോകം പറയാം. ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.